നല്ല അടിച്ചാപ്പൊളി തന്തൂരിയും അതേപോലെ നല്ല അൽഫാമും കഴിച്ചാലേ കൂടെ കൂടിക്കൂടും. ഇത്രയും കാലം നമ്മൾ അങ്ങാടിയിൽ ഇങ്ങനെ ഒരു കട ഉണ്ടായിട്ട് നമ്മളിത് അറിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് വല്ലാത്തൊരു സങ്കടം. നമ്മൾ എന്നും വൈകുന്നേരം ചായ അടിച്ചാൻ വരുന്നുണ്ട് എന്നല്ലാതെ വേറൊരു കാര്യത്തിനായിട്ട് രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറലില്ല. പിന്നെയാണ് അറിഞ്ഞത് ചോലക്കാട് റെസ്റ്റോറന്റ് ഡയലോഗും കേട്ടിക്കാണ് ഇവിടെ നല്ല അടിപൊളി അൽഫാമും അതേപോലെ നല്ല പൂള ബീഫും ഒക്കെ കിട്ടുന്നുള്ളത്. ഓഞ്ഞ് നമ്മളോട് തള്ളി മറിച്ചതാണോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ എല്ലാവരെയും കൂട്ടിക്കാണ്ട് കൂടെ പോയി. അങ്ങനെ എല്ലാ അടിപൊളി എല്ലാ അൽഫാം വരും. ആ അൽഫാം വരുമ്പോൾ തന്നെ നല്ല സെറ്റപ്പ് സാധനം തന്നെ. എല്ലാം തന്നെ നല്ല സലാഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നെ കൂടെ നല്ല സ്മൂത്ത് ആയിട്ട് അതേപോലെ തന്നെ നല്ല തന്തൂരി ചിക്കനും അവരെ സ്പെഷ്യൽ ഡിപ്പിലൊക്കെ മുക്കി കഴിക്കാണ്ടല്ലോ. ആഹാ എന്താ സാധനം. പിന്നെ കൂട്ടത്തിലുള്ളവർക്ക് മീൻ വേണമെന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു സിലോപ്പി പൊരിച്ചാണ് തന്നത്. എപ്പോഴും കിട്ടൂല കേട്ടോ, സ്പെഷ്യൽ ആയിട്ടുള്ളതാണെന്നാ പറഞ്ഞത്. പിന്നെ ഉള്ളൊരു നേക്കന് തട്ടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. എങ്ങനെയെങ്കിലും വീഡിയോ എടുത്താണ്ട് കഴിഞ്ഞാന്നല്ലോ. അതിന്റെ അടിയിൽ കൂടി പോളയും ബൈഫും അതേപോലെ ലിവറൊക്കെ പറയണം കണ്ട് എവിടുന്ന ഇതൊക്കെ പോവാന്നുള്ള ഒരു ഐഡിയ കിട്ടി. അങ്ങനെ ഉള്ളത് തിന്നുകൊണ്ട് നിൽക്കുന്ന അടിയിൽ കൂടിയാണ് ഇതൊരു വലിയൊരു കുറ്റിറ്റ് ഓൻ വരുന്നുണ്ട്. അപ്പൊ ഒബൈബിന് വേണ്ടിയിട്ടുള്ള ദോശ, പിന്നെ ഇറച്ചും മുറിച്ചും കടിച്ചും മുറിച്ചും എന്നുള്ള രീതിയിൽ ഒന്നും എല്ല് പോലും ബാക്കിയേക്കാന്നുള്ള തട്ടൽ തന്നെ ഇരുന്നു. എന്തായാലും നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. ഇതൊക്കെ ഇവിടെ നമ്മുടെ സ്ഥലം നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ഹോട്ടൽ വരുന്ന പൂക്കിപ്പറമ്പ് സർവീസ് റോഡിലാണ് കേട്ടോ.